നമസ്കാരം കേട്ടോ. ഇപ്പോൾ വന്നത് പ്രഹസനങ്ങളുടെ സ്വന്തം നാടായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ കുറച്ചു ദിവസങ്ങൾക്കകം നടക്കാൻ പോകുന്ന മറ്റൊരു പ്രഹസനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സംസ്ഥാനം രാജ്യത്ത് തന്നെ ആദ്യത്തെ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ്. അതിൻ്റെ സർക്കാർ തല പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അത് വാക്ക് തന്നിരുന്നു, അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും, അതിനുള്ള നടപടികൾ സംസ്ഥാനം കൈക്കൊള്ളും എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫലത്തിലിപ്പോൾ നടക്കാൻ പോകുന്ന പ്രഖ്യാപനം വെറും ഒരു പ്രഹസനം മാത്രമാണ് എന്നുള്ള വസ്തുത നിലവിൽ നമ്മളൊക്കെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിന് കാരണമുണ്ട്. നമ്മുടെ രാജ്യത്ത് അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം റേഷൻ വാങ്ങുന്ന ആളുകൾ മഞ്ഞ റേഷൻ കാർഡ് ഗണത്തിലാണ് സർക്കാർ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് ഏതാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആരാണ് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ, എന്താണ് അന്ത്യോദയ അന്ന യോജന എന്നുള്ളതൊക്കെ. അതായത് ബിലോ പോവർട്ടി ലൈനിന് താഴെയുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള റേഷൻ വിഭാഗമാണിത്. അപ്പോൾ അങ്ങനെ ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ, നിലവിലെ കണക്ക് പ്രകാരം ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ റേഷൻ കാർഡ്, മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ ഉള്ള സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം കേരളം. 2024 കണക്ക് പ്രകാരമാണെങ്കിൽ ഏകദേശം 12-13 ലക്ഷത്തോളം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള കുറേ നടപടികൾ നമ്മുടെ ഭക്ഷ്യ വകുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു വർഷത്തിനകം തന്നെ ഇത്രയും ആളുകളൊന്നും അതിൽ നിന്നും കൊഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്നിട്ടും സർക്കാർ പൊതുജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് എന്തിന് ഇത്തരത്തിലൊരു പ്രഹസനം നടത്താൻ മുതിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഏകദേശം 5 ലക്ഷത്തോളം, എന്ത് തന്നെയായാലും 5 ലക്ഷം അല്ലെങ്കിൽ അതിനു മുകളിൽ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കെ സർക്കാരിൻ്റെ ഈ പരിപാടി വെറും ഒരു പ്രഹസനം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ ഇത്രയും അധികമുള്ള സംസ്ഥാനം എങ്ങനെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറുന്നു എന്നുള്ളത് വിശദീകരിച്ചാൽ കൊള്ളാം. അതുമായി ബന്ധപ്പെട്ട ആളുകളിന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറയട്ടെ, സർക്കാരിൻ്റെ ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായിട്ട് വരുന്ന ആളുകളെങ്കിലും ഈ കാര്യം പരിശോധിച്ചാൽ നന്നായിരുന്നു. നിങ്ങളെ എന്തു പറഞ്ഞിട്ടാണ് സർക്കാർ വിളിച്ചിട്ടുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. എന്ത് കാര്യമാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ നിലവിലെ അവസ്ഥ വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം സത്യമാവാനേ വഴിയുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് അത്രത്തോളം അധികം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ ഉള്ളപ്പോൾ എങ്ങനെ നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്തമായി മാറുന്നു? വിശദീകരിക്കേണ്ടത് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യവകുപ്പുമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് കീഴിലാണ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ കിടക്കുന്നത്. അപ്പോൾ ഈ റേഷൻ കടകളിൽ, സംസ്ഥാനത്തൊട്ടാകെയുള്ള റേഷൻ കടകളിൽ പോയി അന്വേഷിച്ചാൽ അറിയാവുന്ന കാര്യം തന്നെയാണ് എന്ത്, ഓരോ റേഷൻ കടയ്ക്ക് കീഴിലും എത്രത്തോളം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ എത്രയോ അധികം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അതിൻ്റെ ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറഞ്ഞത്, 5 ലക്ഷത്തിന് മുകളിൽ എന്നുള്ളത്. അതിൽ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. ആ
ആ സംഖ്യ, അതായത് ഈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകളുടെ സംഖ്യ വട്ടപൂജ്യമായാൽ മാത്രമേ നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിക്കാൻ പാടൂ എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിനു മുന്നേ എന്തിനാണ് സർക്കാർ ഇത്രയും തിടുക്കപ്പെട്ടത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയാത്തത്. അങ്ങനെ വരുന്നത് അഭിമാനാർഹമായിട്ടുള്ള നേട്ടം തന്നെയാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സത്യം അംഗീകരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് അത്തരം റേഷൻ കാർഡ് ഉടമകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നുള്ളത് സർക്കാർ അംഗീകരിച്ചാൽ വളരെയധികം നല്ലതാണ്. അതല്ലാതെ വെറുതെ കയ്യടി വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ആവർത്തിക്കാതിരിക്കുകയല്ലേ നല്ലത്. ഒരുപാട് പ്രഹസനങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നടത്തിയിട്ടുണ്ട്, ഇനി നടത്തുകയും ചെയ്യുമെന്നുള്ള വസ്തുത നമുക്കൊക്കെ അറിയാം. കുറച്ചെങ്കിലും സംസ്ഥാനത്തെ പൊതുജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള സർക്കാരാണെങ്കിൽ ഇതിൻ്റെ കൃത്യമായ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഇത്തരമൊരു പ്രസ്താവന ഇറക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ മഞ്ഞ റേഷൻ കാർഡ് ഉടമകളെയും ആ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയെടുക്കണം. എന്നിട്ട് മറ്റേതെങ്കിലും വിഭാഗത്തിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതല്ലാതെ ഇത്രയും അധികം മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ ഉള്ള നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി മാറിയിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഹസനത്തോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല, അംഗീകരിക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ എന്നേക്കാൾ അധികം നന്നായിട്ട് പറയാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള റേഷൻ കട ഉടമസ്ഥർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിക്കും ഒക്കെയാണ്. അവർ ഇതിൻ്റെ നിജസ്ഥിതി പൊതുജനങ്ങളോട് ബോധ്യപ്പെടുത്തിയാൽ കൊള്ളാം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു അപേക്ഷ കൂടിയുണ്ട്. ദയവായി ഇനി മുതലെങ്കിലും പൊതുജനങ്ങൾ നൽകുന്ന നികുതി പണം ഇത്തരം പ്രഹസനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ചെറിയൊരു അപേക്ഷയാണ്. ചെവി കേൾക്കില്ല അല്ലെങ്കിൽ അതിനെ ചെവി കൊള്ളില്ല എന്നുള്ളത് വസ്തുത നിലനിൽക്കെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അപേക്ഷയായിട്ട് പറയുകയാണ്. സ്വീകരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പുണ്ടായിട്ടും പറയുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എന്തായാലും ഇനിയും പ്രഹസനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.